നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് വരെയായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത മെയിൻ ഹെഡിങ് ആണ് അതർ അജൈൽ പ്രോസസ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നമ്മൾ അജൈൽ ഡെവലപ്മെന്റ് പ്രോസസ് മോഡലിനകത്ത് തന്നെ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് XP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ XP കൂടാതെ അജൈൽ പ്രോസസ് മോഡലിനകത്ത് യൂസ് ചെയ്യുന്ന മറ്റ് മോഡൽസ് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം മെയിൻ ആയിട്ട് വരുന്ന മോഡൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 80. അതർ അജൈൽ പ്രോസസ് മോഡലിനകത്ത് വരുന്ന മോഡൽസ് ആണ് താഴെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, രണ്ടാമത്തത് സ്ക്രം, മൂന്നാമത്തത് ഡൈനാമിക് സിസ്റ്റംസ് ഡെവലപ്മെന്റ് മെത്തേഡ്, നാലാമത്തത് ക്രിസ്റ്റൽ, അഞ്ചാമത്തത് ഫീച്ചർ ഡ്രൈവ് ഡെവലപ്മെന്റ്, ആറാമത്തത് ലീൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഏഴാമത്തത് അജൈൽ മോഡലിംഗ്, എട്ടാമത്തത് അജൈൽ യൂണിഫൈഡ് പ്രോസസ്. ഇതിനകത്ത് നമുക്ക് ഈ ക്രിസ്റ്റലും ലീനും അല്ലെങ്കിൽ LSTയും ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ASD. Adaptive Software Development or ASD has been proposed by Jim Highsmith as a technique for building complex software and systems. അപ്പം അജൈലിറ്റി അല്ലെങ്കിൽ അജൈൽ പ്രോസസ് മോഡലിനകത്ത് തന്നെ വരുന്നൊരു മോഡലാണ് അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ എക്സ്ട്രീം പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ലാർജ് ഓർഗനൈസേഷനകത്ത് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ XP യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അജൈലിറ്റിക്കകത്ത് അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ് മോഡൽ യൂസ് ചെയ്യുന്നത്. ഇൻവെന്റ് ചെയ്ത ആളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. The philosophical underpinnings of ASD focus on human collaboration and team self-organization. Highsmith argues that an agile adaptive development approach based on collaboration is as much a source of order in our complex interactions as discipline and engineering. He defines an ASD life cycle that incorporates 3 phases: speculation, collaboration and learning. ഇവിടെ ASD എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും കൊളാബറേഷന്റെയും സെൽഫ് ഓർഗനൈസേഷന്റെയും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോക്കസിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മളെ ഡെവലപ്പ് ചെയ്ത ആള് ജിം ഹൈസ്മിത്ത് മെയിൻ ആയിട്ടും ഈ ASDയുടെ ഒരു ലൈഫ് സൈക്കിള് 3 ഫേസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്പെക്യുലേഷൻ, കൊളാബറേഷൻ, ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ 3 ഫേസുകളാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഓരോ ഫേസും എന്താന്നുള്ള കാര്യം നോക്കിയിട്ട് ഫിഗറിലോട്ട് വരാം. അപ്പൊ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സ്പെക്യുലേഷൻ ആണ്. ഡ്യൂറിംഗ് സ്പെക്യുലേഷൻ the project is initiated and adaptive cycle planning is conducted. Adaptive cycle planning uses project initiation information, the customer's mission statement, project constraints and basic requirements to define the set of release cycles, software increments that will be required for the project. ഇവിടെ സ്പെക്യുലേഷനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഈ സ്പെക്യുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ കളക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ്, അതായത് കസ്റ്റമറിന് വേണ്ട ഒബ്ജക്റ്റീവ്സ് ആദ്യമേ കളക്ട് ചെയ്യുന്നു, അതായത് റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രൊജക്റ്റിന്റെ കൺസ്ട്രെയിൻസ് തീരുമാനിക്കുന്നു, ഏത് ഡേറ്റിൽ ഡെലിവർ ചെയ്യണം, യൂസറിന്റെ റിക്വയർമെന്റ്സ് എന്താണ്, അതിനനുസരിച്ചുള്ള ഇൻക്രിമെന്റ്സ് എത്രണ്ണം വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഓവറോൾ കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നു. പിന്നെ യൂസറിന് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എത്ര ഇൻക്രിമെന്റ്സ് ആണ് വേണ്ടത്, സൈക്കിളിൽ ഉദ്ദേശിക്കുന്നതാണ് എത്ര ഇൻക്രിമെന്റ്സ് ആണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഈ സ്പെക്യുലേഷൻ എന്ന് പറയുന്ന ഒരു ഫേസിനകത്ത് വരുന്ന കാര്യങ്ങൾ. No matter how complete and farsighted the cycle plan, it will invariably change. Based on information obtained at the completion of the first cycle, the plan is reviewed and adjusted so that planned work better fits the reality in which an ASD team is working. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമേ സ്പെക്യുലേഷനകത്ത് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. നമ്മുടെ അജൈലിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ, ഒരു പ്രൊജക്റ്റിന് പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ആണല്ലോ അജൈലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഈ അഡാപ്റ്റീവ് മോഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂസർ കൊടുക്കുന്ന മിഷൻ സ്റ്റേറ്റ്മെന്റുകളും
പ്രൊജക്റ്റിന്റെ കൺസ്ട്രെയിൻസും അതുപോലെ തന്നെ റിക്വയർമെന്റ്സും നമ്പർ ഓഫ് സൈക്കിൾസും അങ്ങനെ എല്ലാ കാര്യങ്ങളും വേരി ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് സൈക്കിൾ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത സൈക്കിളിന്റെ റിലീസ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫേസ് ആണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. Motivated people use collaboration in a way that multiplies their talent and creative output beyond their absolute numbers. This approach is a recurring theme in all agile methods, but collaboration is not easy. It encompasses communication and teamwork, but it also emphasizes individualism because individual creativity plays an important role in collaborative thinking. It is, above all, a matter of trust. People working together must trust one another to criticize without animosity, assist without resentment, work as hard as or harder than they do, have the skill set to contribute to the work at hand, and communicate problems or concerns in a way that leads to effective action. ഇപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ടീമിനകത്തുള്ള മെമ്പേഴ്സ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള കൊളാബറേഷൻ ഉണ്ടായിരിക്കണം, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട്, അതായത് റിക്വയർമെന്റ്സിനനുസരിച്ചുള്ള വർക്ക് നമുക്ക് കറക്റ്റ് എൻഡ് ഡേറ്റിൽ തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കൊളാബറേഷനകത്ത് മെയിൻ ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ് എന്ത്? ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ടീമിനകത്തെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ടീം മെമ്പേഴ്സുമായിട്ടും ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ ടീം മെമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ടും ക്രിട്ടിസൈസ് ചെയ്യണം. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അസിസ്റ്റ് ചെയ്യണം. ഒരാൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസിസ്റ്റ് ചെയ്യണം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അവനവന്റെ സ്കില്ലിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യണം ഓരോരോ വർക്കുകളും. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ടീം മെമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കണം. ഒരു വർക്കിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പലർക്കായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ ഓരോരുത്തരുടെയും വർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ആ ഒരു ടീം വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതാണ് കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ഫേസ് ആണ് ലേണിംഗ് എന്ന് പറയുന്നത്. As members of an AST team begin to develop the components that are part of an adaptive cycle, the emphasis is on learning as much as it is on progress toward the completed cycle. In fact, Highsmith argues that the software developers often overestimate their own understanding of the technology, the process, and the project, and that learning will help them to improve their level of real understanding. AST teams learn in 3 ways: focus groups, technical reviews, and project postmortem. അപ്പം ഇത്രയും എന്ന് പറഞ്ഞാല് ലേണിംഗ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് റിലീസ് ചെയ്തെന്നാണ് മീൻ ചെയ്യുന്നത്. ഒരു ഇൻക്രിമെന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെന്നാണ് ആ ലേണിംഗ് വരെ എത്തുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാല്. അപ്പൊ ആ ലേണിംഗ് എന്ന് പറയുന്ന ഫേസിനകത്താണ് ഈ ടീമിനകത്തെ മെമ്പേഴ്സിനെ അവരെ തന്നെ ഒന്ന് വിലയിരുത്താനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാല്. അവർ ചെയ്തിരിക്കുന്ന ടെക്നോളജികൾ കറക്റ്റ് ആണ്, അവർക്ക് എന്തുമാത്രം എഫിഷ്യൻസി ഉണ്ട് ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ യൂസറിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ചുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാൻ അവരുടെ എന്തുമാത്രം ടെക്നോളജി ഉണ്ട്, അവർ ചെയ്തിരിക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ആ പ്രൊജക്ടിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്താണ്, അവർ ഇതിൽ നിന്നും ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരെ തന്നെ ഒന്ന് വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് അവർ അതുവരെ ചെയ്തിരിക്കുന്ന വർക്കിനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കുക, എന്തോരെയാണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയുണ്ട് കഴിവുകൾ, ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഓരോ പ്രോബ്ലംസ് എന്തൊക്കെ രീതിയിലാണ് സോൾവ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ മോഡൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി ഒന്ന് ലേൺ ചെയ്യുക. അതാണ് ലേണിംഗിന് എന്ത് ഉദ്ദേശിക്കുന്നത്. ഇനി ലേണിംഗ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? 3 വേയിലാണ്. ഏതൊക്കെയാണ്? ഫോക്കസ് ഗ്രൂപ്പ്സ്, ടെക്നിക്കൽ റിവ്യൂസ്, പ്രൊജക്ട് പോസ്റ്റ്മോർട്ടംസ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ ഇല്ല, ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും നമ്മുടെ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ് മോഡലിനകത്ത് വരുന്ന കാര്യം. ഇനി അതിന്റെ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഫിഗർ കൂട്ടി വേണം നിങ്ങൾ ഈ പ്രോസസ് മോഡൽ പഠിക്കാനായിട്ട്. ഇപ്പൊ ഫിഗർ എന്ന് പറഞ്ഞാൽ
സൈക്കിൾ ആണ് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പൊ സൈക്കിൾ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഐട്രേറ്റീവ് ആണ് ഇവിടുത്തെ പ്രോസസ്സുകളെല്ലാം. അതായത് ഒരേ വർക്ക് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു വർക്ക് ഒരിടത്തും തുടങ്ങി, അതായത് ഒന്നാമത്തെ ഫേസിൽ നിന്ന് തുടങ്ങി മൂന്നാമത്തെ ഫേസിൽ വരെ എത്തുമ്പോഴത്തേക്കും ഒരു ഇൻക്രിമെന്റ് നമ്മൾ റിലീസ് ചെയ്യും. അതേസമയം തന്നെ നമ്മൾ രണ്ടാമത്തെ ഇൻക്രിമെന്റിനുള്ള ഒരു തുടക്കം അവിടെ സ്പെക്കുലേഷൻ വഴി തുടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഐട്രേറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ മെയിൻ ആയിട്ടും 3 മോഡൽസ് ആണ്, അല്ലെങ്കിൽ 3 ഫേസസ് ഉള്ളത്. ഏതൊക്കെയാണ്? സ്പെക്കുലേഷൻ, കൊളാബറേഷൻ ആൻഡ് ലേണിംഗ്. സ്പെക്കുലേഷൻ എന്താ ചെയ്യുന്നത്? നമ്മൾ കസ്റ്റമറിൽ നിന്നും നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യുന്നു. കസ്റ്റമറിന് എന്താണ് ആവശ്യം, കസ്റ്റമറിന്റെ ഒബ്ജക്റ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കളക്ട് ചെയ്യുന്നു. പിന്നെ പ്രൊജക്ട് കൺസ്ട്രെയിൻസ് നമ്മൾ തീരുമാനിക്കുന്നു. ഏത് എൻഡ് ഡേറ്റിൽ കൊടുക്കാൻ വേണ്ടി പറ്റും, എത്ര ഇൻക്രിമെന്റ്സ് വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നു. പിന്നെ ബേസിക് റിക്വയർമെന്റ്സ്, നമുക്ക് ആ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി വെക്കുന്നു. പിന്നെ ടൈം ബോക്സ്ഡ് റിലീസ് പ്ലാൻ എന്ന് പറഞ്ഞാലോ, ഓരോ ഇൻക്രിമെന്റ്സും എത്ര പീരീഡ്സിനുള്ളിൽ ഡെലിവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കുന്നു. അപ്പൊ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. എല്ലാത്തിനെയും പറ്റിയുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കുക, അതാണ് ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. കൊളാബറേഷനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? റിക്വയർമെന്റ്സ് ഗ്യാതറിങ്, ജാഡ്, മിനി സ്പെക്കുലേഷൻ. അപ്പൊ റിക്വയർമെന്റ് ഗ്യാതറിങ് കൊളാബറേഷനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, സ്റ്റേക്ക് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ടീമിനകത്തെ മറ്റ് മെമ്പേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ജാഡ് എന്ന് പറഞ്ഞാൽ ജോയിൻ അഡാപ്റ്റീവ് ഡെവലപ്മെന്റ് എന്നാണ്. അതായത് കസ്റ്റമേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള കൊളാബറേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേണ്ട സ്പെസിഫിക്കേഷൻസ് എല്ലാം അവിടെ പറയാം. റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യുന്നതനുസരിച്ച് ഓരോ സ്പെസിഫിക്കേഷൻസ് പറയാം. പിന്നെ ട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, ഏതൊക്കെ രീതിയിലാണ് ട്രസ്റ്റ് വേണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ആ പോയിന്റ്സുകളെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് എഴുതുക. അപ്പൊ അതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഇനി ലേണിംഗ് എന്ന് പറഞ്ഞാലോ, ലേണിംഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനകത്തെ ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഇൻക്രിമെന്റ് റിലീസ് ചെയ്യാൻ പോവുകയാണ് ലേണിംഗ് കഴിയുമ്പോൾ. അപ്പൊ ആ ലേണിംഗ് വരെ എത്തുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് വിലയിരുത്തുന്നു. നമ്മൾ അതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തുന്നു. നമ്മുടെ സോഫ്റ്റ്വെയറിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സ്, പ്രോജക്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. ഓരോന്നും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടാണോ, എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അവനവന്റെ സ്കിൽസ് എന്തോരം ഉണ്ട്, അവനവന്റെ ടെക്നോളജീസ് എന്തോരം ഉണ്ട്, ഓരോ പ്രോബ്ലംസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇൻക്രിമെന്റ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമറിൽ നിന്നുള്ള ഫീഡ്ബാക്കും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ലേണിംഗ് കഴിയുമ്പോഴത്തേക്കുമാണ് എന്ത് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഇൻക്രിമെന്റ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അതിന്റെ ബേസിലാണ് നമ്മൾ അടുത്ത ഇൻക്രിമെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. അടുത്ത ഇൻക്രിമെന്റിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തുന്നതും അത് എപ്പോഴാണ് ഡെലിവർ ചെയ്യുന്നുള്ള കാര്യം തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു റിലീസ് കഴിയുമ്പോഴാണ്. അപ്പൊ ഈ ഓരോ ഫേസിനകത്തും വരുന്ന കാര്യങ്ങൾ എന്താന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അതായത് ഈ പോയിന്റ്സ് തന്നെ പഠിച്ചു വെക്കുക, അതിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും അഡാപ്റ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനകത്ത് വരുന്നത്. അടുത്ത മോഡൽ അടുത്ത ദിവസം പഠിക്കാം.